ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗാന്ധിജി ഏത് പ്രദേശം സന്ദർശിച്ചതിൻ്റെ 90ാമത് വാർഷികമാണ് 2024 ജനുവരി 12 ആഘോഷിച്ചത്? പയ്യന്നൂർ. ഗാന്ധിജി പയ്യന്നൂർ സന്ദർശിച്ചതിൻ്റെ 90ാമത് വാർഷികമാണ് 2024 ജനുവരി 12 ആഘോഷിച്ചത്. 1934 ജനുവരി 12 ഗാന്ധിജി പയ്യന്നൂർ സന്ദർശിച്ചതും സ്വാമി ആനന്ദ തീർത്ഥരുടെ ശ്രീനാരായണ വിദ്യാലയത്തിൽ സന്ദർശനം നടത്തിയതും. സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി ഗാന്ധിജി നട്ട മാവ് ഗാന്ധി മാവ് എന്ന പേരിൽ ഇപ്പോഴും ആശ്രമത്തിലുണ്ട്. ഈ മാവിന്റെ ചുവട്ടിലാണ് ഗാന്ധിജിയുടെ ചിതാഭസ്മം സൂക്ഷിച്ചിട്ടുള്ളത്. വനവിഭവങ്ങൾ ശേഖരിച്ച് സംസ്കരിച്ച് വിപണനം ചെയ്യാൻ ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന കേന്ദ്രങ്ങളുടെ പേരെന്താണ്? വൻ ധൻ വികാസ് കേന്ദ്രം. വനവിഭവങ്ങൾ ശേഖരിച്ച് സംസ്കരിച്ച് വിപണനം ചെയ്യാൻ ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന കേന്ദ്രങ്ങളുടെ പേരാണ് വൻ ധൻ വികാസ് കേന്ദ്രം. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ 15 കേന്ദ്രങ്ങളാണ് സ്ഥാപിക്കുന്നത്. സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിക്കാണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല. ആദിവാസികളുടെ ക്ഷേമത്തിനായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രധാനമന്ത്രി ജൻ ജതി ആദിവാസി ന്യായ മഹാ അഭിയാന്റെ PM ജൻമൻ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ആദ്യമായി കളി നിയന്ത്രിക്കുന്ന വനിതാ റഫറി ആരാണ്? യോഷിമി യമാഷിറ്റ. ജപ്പാൻകാരിയായ യോഷിമി യമാഷിറ്റയാണ് ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ആദ്യമായി കളി നിയന്ത്രിക്കുന്ന വനിതാ റഫറി. ജനുവരി 13 നടക്കുന്ന ഇന്ത്യ-ഓസ്ട്രേലിയ മത്സരമാണ് യോഷിമി യമാഷിറ്റ നിയന്ത്രിക്കുന്നത്. ജപ്പാനിൽ നിന്നുള്ള ആദ്യത്തെ പ്രൊഫഷണൽ വനിതാ റഫറിയാണ് യോഷിമി യമാഷിറ്റ. റഫറിമാരെ സഹായിക്കുന്നതിനുള്ള വീഡിയോ അസിസ്റ്റന്റ് റഫറിയിങ് വാർ സംവിധാനം പൂർണ്ണമായി ഉപയോഗിക്കുന്നതും ഖത്തർ ഏഷ്യാകപ്പിലാണ്. കഴിഞ്ഞ UAE ഏഷ്യാകപ്പിൽ ഈ വാർ സംവിധാനം ഭാഗികമായി മാത്രമേ ഉപയോഗിച്ചുള്ളൂ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 2024 ജനുവരിയിൽ ഹാപ്പിനെസ് എന്ന പേരിൽ രാജ്യാന്തര ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത് എവിടെയാണ്? തളിപ്പറമ്പ. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 2024 ജനുവരിയിൽ ഹാപ്പിനെസ് എന്ന പേരിൽ രാജ്യാന്തര ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. MT വാസുദേവൻ നായരുടെയും നടൻ മധുവിൻ്റെയും ജീവിതത്തിലെ അനർഘ നിമിഷങ്ങൾ ഒപ്പിയെടുത്ത MT മധു @ 90 എന്ന ഫോട്ടോ പ്രദർശനം മേളയുടെ ഭാഗമായി നടക്കും. കേരളത്തിലെ ഏത് സ്ഥാപനമാണ് അതിൻ്റെ 65 വർഷത്തെ ചരിത്രം രേഖപ്പെടുത്തുവാനുള്ള പദ്ധതി തയ്യാറാക്കുന്നത്? കേരള സംഗീത നാടക അക്കാദമി. കേരള സംഗീത നാടക അക്കാദമിയാണ് അതിൻ്റെ 65 വർഷത്തെ ചരിത്രം രേഖപ്പെടുത്തുവാനുള്ള പദ്ധതി തയ്യാറാക്കുന്നത്. 1958 ഏപ്രിൽ 26 അക്കാദമിയുടെ ഉദ്ഘാടനം അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നിർവഹിച്ചത് മുതലുള്ള അക്കാദമിയുടെ ചരിത്രമാണ് രേഖപ്പെടുത്തുന്നത്. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവെള്ളൂർ മുരളിയാണ്. ഇന്ത്യയിൽ ആദ്യമായി മിനിമലി ഇൻവേസീവ് ബനിയൻ സർജറി വിജയകരമായി നടത്തിയ ഹോസ്പിറ്റൽ ഏതാണ്? VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ. ഇന്ത്യയിൽ ആദ്യമായി മിനിമലി ഇൻവേസീവ് ബനിയൻ സർജറി വിജയകരമായി നടത്തിയ ഹോസ്പിറ്റലാണ് VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ. കാലിലെ പെരുവിരലിന്റെ ജോയിന്റിലെ പുറംഭാഗത്തെ അസ്ഥിയിലുണ്ടാകുന്ന മുഴയാണ് ബനിയൻ രോഗം.
ഈ രോഗത്തിനുള്ള മിനിമലി ഇൻവേസീവ് ബനിയൻ സർജറിയാണ് VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ വിജയകരമായി നടത്തിയത്. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി ലോകബാങ്ക് സഹായത്തോടെ സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കുന്ന പദ്ധതി ഏതാണ്? കേര പദ്ധതി. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി ലോകബാങ്ക് സഹായത്തോടെ സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേരാണ് കേര പദ്ധതി. കേരള കാർഷിക കാലാവസ്ഥ പ്രതിരോധ മൂല്യവർദ്ധിത ശൃംഖല നവീകരണ പദ്ധതി, ഇവിടെ ചുരുക്കപ്പേരാണ് കേര. കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രൊജക്ട്, അതാണ് കേര. കാലാവസ്ഥ പ്രതിരോധ കാർഷിക രീതികളിലൂടെ കർഷകരുടെ ഉന്നമനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 2365 കോടി രൂപയുടെ ഈ പദ്ധതിയിൽ സംസ്ഥാനം 700 കോടി രൂപയും 709 കോടിയും ലോകബാങ്ക് 1655 കോടിയും ചെലവിടും. ലെ ധാക്ക ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ്? പൂവ്. പൂവ് എന്ന മലയാള ചലച്ചിത്രമാണ് 2024 ധാക്ക ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം. ബിനോയ് ജോർജ്, അനീഷ് ബാബു, അബ്ബാസ് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ചിത്രമാണ് പൂവ്. 2016 ബംഗാൾ ഉൾക്കടലിന് മുകളിൽ വെച്ച് കാണാതായ ഇന്ത്യൻ വ്യോമസേനയുടെ ഏത് വിമാനത്തിന്റെ അവശിഷ്ടമാണ് 2024 കണ്ടെത്തിയത്? AN-32. 2016 ബംഗാൾ ഉൾക്കടലിന് മുകളിൽ വെച്ച് കാണാതായ ഇന്ത്യൻ വ്യോമസേനയുടെ AN-32 എന്ന വിമാനത്തിന്റെ അവശിഷ്ടമാണ് 2024 കണ്ടെത്തിയത്. 2023 ഇന്ത്യൻ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച സ്ഥാപനം ഏതാണ്? ISRO. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ ISROയ്ക്കാണ് 2023 ഇന്ത്യൻ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത്. ഗാന്ധി യുവമണ്ഡലം ഏർപ്പെടുത്തിയ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച വ്യക്തിയാരാണ്? ഡോക്ടർ TM സുരേന്ദ്രനാഥ്. ഡോക്ടർ TM സുരേന്ദ്രനാഥിനാണ് ഗാന്ധി യുവമണ്ഡലം ഏർപ്പെടുത്തിയ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത്. ജനുവരി 14 ആരംഭിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിക്കുന്നത് മണിപ്പൂരിലെ ഏത് പ്രദേശത്ത് നിന്നാണ്? തൗബാൽ. മണിപ്പൂരിലെ തൗബാലിൽ നിന്നാണ് ജനുവരി 14 ആരംഭിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിക്കുന്നത്. ഇംഫാലിൽ നിന്ന് ആരംഭിക്കുവാൻ തീരുമാനിച്ചതെങ്കിലും അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് തൗബാലിലേക്ക് യാത്രയുടെ തുടക്കം മാറ്റിയത്. 2024 ഫെബ്രുവരിയിൽ തൃശ്ശൂരിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിന്റെ പേരെന്താണ്? വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ്. 2024 ഫെബ്രുവരിയിൽ തൃശ്ശൂരിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിന്റെ പേരാണ് വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ്. 9 മുതൽ 14 വയസ്സ് വരെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കായി കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന സൗജന്യ വാക്സിൻ യജ്ഞം ഏത് അസുഖത്തിനുള്ളതാണ്? ഗർഭാശയ മുഖ ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ. 9 മുതൽ 14 വയസ്സ് പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കായി കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന സൗജന്യ വാക്സിൻ യജ്ഞം ഗർഭാശയ മുഖ ക്യാൻസർ, സെർവിക്കൽ ക്യാൻസറിന് ഉള്ളതാണ്. 2 ഡോസ് HPV വാക്സിനാണ് ഈ യജ്ഞത്തിന്റെ ഭാഗമായി പെൺകുട്ടികൾക്ക് നൽകുന്നത്. 2024 ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനി എന്ന ബഹുമതി കരസ്ഥമാക്കിയ കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് ആണ് 2024 ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനി എന്ന ബഹുമതി കരസ്ഥമാക്കിയത്.
മൈക്രോസോഫ്റ്റിന്റെ മൂല്യം $2.903 ലക്ഷം കോടി ഡോളറും ആപ്പിളിൻ്റേത് $2.886 ലക്ഷം കോടി ഡോളറുമാണ്. 2021 ശേഷം ആദ്യമായാണ് മൈക്രോസോഫ്റ്റ് ആപ്പിളിനെ മറികടക്കുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ നിർമ്മിക്കുന്ന കമ്പനി ഏതാണ്? ലുലു ഗ്രൂപ്പ്. ലുലു ഗ്രൂപ്പാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ നിർമ്മിക്കുന്ന കമ്പനി. UAEയുടെ ഇന്ത്യയിലെ അംബാസഡർ ജമാൽ അൽ ഷാലിയുടെ സാന്നിധ്യത്തിലാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. രാജ്യത്ത് ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് രാജ്യത്ത് ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം. ആൺ സുഹൃത്തിനെ വിവാഹം കഴിച്ച ഓപ്പൺ AI CEO ആയ വ്യക്തി ആരാണ്? സാം ഓൾട്ട്മാൻ. സാം ഓൾട്ട്മാൻ ആണ് ആൺ സുഹൃത്തിനെ വിവാഹം കഴിച്ച ഓപ്പൺ AI CEO ആയ വ്യക്തി. ചാറ്റ് GPT നിർമ്മാതാക്കളായ ഓപ്പൺ AI CEO ആയ സാം ഓൾട്ട്മാൻ തൻ്റെ ആൺ സുഹൃത്തായ ഒലിവർ മുൽഹെറിമിനെയാണ് 2024 ജനുവരിയിൽ വിവാഹം കഴിച്ചത്. 2024 പാരീസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ 16 ക്വാട്ട ഉറപ്പിച്ച് റെക്കോർഡ് തിരുത്തിയത് ഏത് മത്സര ഇനത്തിലാണ്? ഷൂട്ടിംഗ്. ഷൂട്ടിംഗ് ഇനത്തിലാണ് 2024 പാരീസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ 16 ക്വാട്ട ഉറപ്പിച്ച് റെക്കോർഡ് തിരുത്തിയത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 15 ഷൂട്ടർമാർ പങ്കെടുത്തതാണ് ഇതുവരെയുള്ള റെക്കോർഡ്. ഒളിമ്പിക്സിൽ ഒരു രാജ്യത്തിന് ആകെ 24 ക്വാട്ട വരെയാണ് നേടാവുന്നത്. ഒരു താരം ഒളിമ്പിക് യോഗ്യത നേടുമ്പോൾ രാജ്യത്തിന് ഒരു ക്വാട്ടയാണ് ലഭിക്കുന്നത്. എന്നാൽ ഈ ക്വാട്ടയിൽ ഇതേ താരം തന്നെ മത്സരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ഫൈനൽ റൗണ്ടിൽ കളിക്കാൻ യോഗ്യത നേടിയ ഇന്ത്യൻ താരം ആരാണ്? സുമിത് നാഗൽ. ഹരിയാനക്കാരനായ സുമിത് നാഗലാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ഫൈനൽ റൗണ്ടിൽ കളിക്കാൻ യോഗ്യത നേടിയ ഇന്ത്യൻ താരം. ഈ വർഷത്തെ ആദ്യ ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റായ ഓസ്ട്രേലിയൻ ഓപ്പണിൽ സുമിത് ആദ്യ മത്സരത്തിൽ കസാക്കിസ്ഥാന്റെ അലക്സാണ്ടർ ബുബ്ലിക്കിനെ നേരിടും. ലോക റാങ്കിങ്ങിൽ 139ാമത് സ്ഥാനത്തുള്ള വ്യക്തിയാണ് സുമിത് നാഗൽ. ആദ്യത്തെ ഏഷ്യൻ റേഞ്ചർ ഫോറം 2023 നടന്നത് ഏത് ഇന്ത്യൻ നഗരത്തിൽ വെച്ചാണ്? ഗുവാഹത്തി. ആസാമിലെ ഗുവാഹത്തിയിൽ വെച്ചാണ് ആദ്യത്തെ ഏഷ്യൻ റേഞ്ചർ ഫോറം 2023 നടന്നത്. ഏഷ്യാസ് ബയോഡൈവേഴ്സിറ്റി ഗാർഡിയൻസ് ഫോർ 30x30 എന്നതായിരുന്നു ഫോറത്തിന്റെ പ്രമേയം. 2024 ഖത്തർ ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ഏത് രാജ്യത്തിന് എതിരെയാണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയക്കെതിരെയാണ് 2024 ഖത്തർ ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം. ഖത്തർ ഏഷ്യ കപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടിയത് ഖത്തറും ലെബനനുമാണ്. ഈ മത്സരത്തിൽ വിജയിച്ചത് ഖത്തറാണ്. 2024 ജനുവരിയിൽ മഡഗാസ്കറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? അൽവാരോ. അൽവാരോ എന്നു പേരുള്ള ചുഴലിക്കാറ്റാണ് 2024 ജനുവരിയിൽ മഡഗാസ്കറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിനായി പശ്ചിമ ബംഗാൾ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? യോഗശ്രീ പദ്ധതി. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിനായി പശ്ചിമ ബംഗാൾ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് യോഗശ്രീ പദ്ധതി.
ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 2ാം സ്ഥാനം. ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്തുള്ള രാജ്യം അമേരിക്കയാണ്. ചൈനയാണ് 3ാം സ്ഥാനത്തുള്ള രാജ്യം. ഇന്ത്യക്ക് 67 ലക്ഷം കിലോമീറ്റർ റോഡും അമേരിക്കയ്ക്ക് 68.32 ലക്ഷം കിലോമീറ്റർ റോഡുമാണ് ഉള്ളത്. അടുത്തിടെ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് കലാരംഗത്ത് പ്രശസ്തയായ വ്യക്തിയാണ്? കഥകളി. കഥകളി രംഗത്ത് പ്രശസ്തയായ കൊട്ടാരക്കര ഭദ്രയാണ് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത കഥകളി കലാകാരി. 2024 ജനുവരി 13 മുതൽ 15 വരെ 2ാമത് അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസ് നടക്കുന്നത് എവിടെ വെച്ചാണ്? ദുബായ്. ദുബായിൽ വെച്ചാണ് 2024 ജനുവരി 13 മുതൽ 15 വരെ 2ാമത് അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസ് നടക്കുന്നത്. മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തെ ആദ്യത്തെ ആരോഗ്യകരവും ശുചിത്വവുമുള്ള ഭക്ഷണത്തെരുവിന്റെ പേരെന്താണ്? പ്രസാദം. പ്രസാദം എന്നു പേരുള്ള ആരോഗ്യകരവും ശുചിത്വവുമുള്ള ഭക്ഷണത്തെരുവാണ് മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തെ ആദ്യത്തെ ആരോഗ്യവും ശുചിത്വവുമുള്ള ഭക്ഷണത്തെരുവ്. പരമ്പരാഗത ആരോഗ്യകരമായ ഭക്ഷണവും നാടൻ ധാന്യങ്ങൾ കൊണ്ട് നിർമ്മിച്ച പലഹാരങ്ങളും നൽകുക എന്നതാണ് പ്രസാദത്തിന്റെ ലക്ഷ്യം. ഉജ്ജയിനിയിലെ മഹാകൽ ലോക്സിലാണ് പ്രസാദം എന്ന പേരുള്ള ഭക്ഷണത്തെരുവ് ഉദ്ഘാടനം ചെയ്തത്. കോഴിക്കോട് കോർപ്പറേഷൻ കോഴിക്കോട് എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ പേരെന്താണ്? കോക്കോ ഫിലിം ഫെസ്റ്റ്. കോഴിക്കോട് കോർപ്പറേഷൻ കോഴിക്കോട് എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ പേരാണ് കോക്കോ ഫിലിം ഫെസ്റ്റ്. 2024 ജനുവരി 5 മുതൽ 11 വരെ കോഴിക്കോട് ശ്രീ തിയേറ്ററിലാണ് കോക്കോ ഫിലിം ഫെസ്റ്റ് നടക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.